നീ ഒന്ന് വേഗം വാ. അച്ഛനും അമ്മയും വരാൻ 10 മണിയെങ്കിലും ആകും. ഒരു അത്യാവശ്യ കാര്യമാ, വേഗം വാ. ഫോണിൽ നിത്യയുടെ ധൃതി വച്ചുള്ള വിളി കേട്ട് സൂര്യയ്ക്ക് ആശങ്കയും ഒപ്പം കൗതുകവുമേറി. സാധാരണ എന്തെങ്കിലുമൊക്കെ കൊനിഷ്ടൊപ്പിക്കാറുള്ളതാണ് നിത്യ. ഉടനെ തന്നെയാണ് വിളിക്കാറ്. തൻ്റെ വീടിന് പുറകിലായി ഒരു കുളമുണ്ട്. അതിൻ്റെ സൈഡിലൂടെ നടന്ന് അപ്പുറത്തെ തൊടി കഴിഞ്ഞാൽ നിത്യയുടെ വീടായി. അമ്മേ, ഞാനൊന്ന് നിത്യയുടെ അടുത്ത് പോയിട്ട് വരാം. ഈ രാത്രി ഇപ്പോൾ എന്താ ഇത്ര അത്യാവശ്യം? അമ്മയുടെ ചോദ്യം അത്ര രസിക്കാതെ സൂര്യ മറുപടി നൽകി. അവളുടെ അച്ഛനും അമ്മയും എവിടെയോ പോയി, വരാൻ വൈകും. അപ്പോൾ എന്നോട് കൂട്ടു ചെല്ലാൻ പറഞ്ഞു. ചിലപ്പോൾ ഞാനിന്ന് അവിടെ കിടക്കും. ശരി, പൊക്കോ. 8 മണിയായി. റോഡിലൂടെ പോയാൽ മതി. നല്ല മഴക്കോളുണ്ട്. ശരി അമ്മേ. സൂര്യ തിടുക്കത്തിൽ ഇറങ്ങി. പുറകിലെ തൊടി വഴി പോയാൽ 2 മിനിറ്റ് ധാരാളം. റോഡിലൂടെ പോയാൽ ഒരു 5 മിനിറ്റെങ്കിലും എടുക്കും. അമ്മ പറഞ്ഞതുകൊണ്ട് റോഡ് വഴിയാണ് ധന്യ പോയത്. 5 മിനിറ്റ് നടത്തം കൊണ്ട് സൂര്യ നിത്യയുടെ വീട്ടിലെത്തി. എന്താടി, എന്താ ഇത്ര അത്യാവശ്യം? വാതിൽ തുറന്ന പാടെ സൂര്യ ചോദിച്ചു. അതൊക്കെയുണ്ട്, നീ വാ. നീ വല്ലതും കഴിച്ചോ? ഇല്ലേൽ വാ, ഭക്ഷണം കഴിഞ്ഞിട്ട് സംസാരിക്കാം. 2 പേരും ഭക്ഷണം കഴിച്ച് മുകളിലത്തെ റൂമിലെത്തി. ഇനി പറ, എന്താ കാര്യം? എടി, അത് വേറൊന്നുമല്ല. എനിക്കിന്നൊരു ഓജോ ബോർഡ് കിട്ടി. അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാ നിന്നെ കൂടി വിളിച്ച. ഓജോ ബോർഡോ? സൂര്യയ്ക്ക് വിശ്വാസം വരാതെ ചോദിച്ചു. അതേടി, അച്ഛനും അമ്മയും ഇന്ന് കാണില്ലെന്നറിയായിരുന്നു. എന്നാ പിന്നെ ഇതങ്ങ് പരീക്ഷിക്കാമെന്ന് വെച്ചു. എടി, ഇത് പ്രശ്നമാകുമോ? എനിക്കിതിനൊക്കെ കുറച്ച് പേടിയുള്ള കാര്യമാ. നീ ഒന്ന് അടങ്ങ് സൂര്യയെ. അതൊന്നും കുഴപ്പമില്ല. നീ കൂടെ നിന്നാ മതി. എന്നാലുമില്ല. അച്ഛനും അമ്മയും ഒരു 11 ആകുമ്പോൾ വരും. അതിനു മുമ്പ് പരിപാടി തീർക്കണം. ഇപ്പം മണി 10 ഞാൻ എല്ലാം സെറ്റ് ചെയ്യാം. നീ കൂടി നിന്നാ മതി. നിത്യയുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ മറുത്തു പറയാൻ സൂര്യയ്ക്ക് തോന്നിയില്ല. 10 മിനിറ്റ് കൊണ്ട് നിത്യ റൂം സെറ്റ് ചെയ്തു. ദൈവങ്ങളുടെ അടക്കം എല്ലാ ഫോട്ടോസും മാറ്റി. ജനാല തുറന്നിട്ടു. വാതിലടച്ചു. മുറിയിൽ ഒത്ത നടുക്കായി ഓജോ ബോർഡ് വെച്ചു. ഒരു മെഴുകുതിരി കത്തിച്ച് അതിന് മുന്നിലായി വെച്ച ശേഷം ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. അപ്പോഴേക്കും പുറത്ത് നല്ല കോരിച്ചൊരിയുന്ന മഴ പെയ്തു തുടങ്ങിയിരുന്നു. നിത്യ ഓജോ ബോർഡ് എടുത്ത് പുറത്തു വെച്ചു. എടി, ഇതെന്താ? ബോർഡ് കണ്ട സൂര്യ അമ്പരന്നു. ഇത് ഓജോ ബോർഡ്. നിത്യ കൂസലില്ലാതെ പറഞ്ഞു. ഇതോ? ഓജോ ബോർഡ് ഞാനും കണ്ടിട്ടുണ്ട്, ഫോട്ടോയിലൊക്കെ. ഇതുപോലല്ലോ അത്. ഇതിലെന്താ ലൂസിഫർ, ഹോളി സാത്താൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നേ? നിനക്കിതാരാ തന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കുമോ? എന്തായാലും ഇനിത് നോക്കിയിട്ടേ ഉള്ളൂ കാര്യം, നിത്യ പറഞ്ഞു. എടി, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. സൂര്യയ്ക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ മിണ്ടാതിരി, ഒന്നും വരില്ല, നിത്യ ധൈര്യം കൊടുത്തു. ഇനി നമ്മൾ മനസ്സിരുത്തി ആത്മാവിനെ വിളിച്ചു വരുത്തണം. നീ ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി. ആദ്യം കൈ ഈ കൊയിനിൽ വയ്ക്കണം. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഓരോ മൂലക്കിരുന്ന് ഞാൻ പറയുന്നത് ഏറ്റു പറയണം. ഇൻ ദി നെയിം ഓഫ് ലൂസിഫർ, ഹോളി സാത്താൻ ഓഫ് ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഓ ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ലൂസിഫറോ? നിത്യേ, എടി, നീ ഇത് ഓജോ ബോർഡ് ഒന്നുമല്ല, മറ്റെന്തോ ആണ്. ഒന്ന് മിണ്ടാതിരിക്കുമോ നീ? നിത്യ ദേഷ്യപ്പെട്ടു. സൂര്യയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അവളുടെ ഉടൽ ആകമാനം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പേടിയോടെ അവൾ ചുറ്റിനും കണ്ണോടി ചേറ്റു പറഞ്ഞു. കുറെ നേരമായിട്ടും യാതൊന്നും സംഭവിച്ചില്ല. നിത്യയുടെ ക്ഷമ നശിച്ചു തുടങ്ങി. ഈ സമയം ഒരു നിഴൽ രൂപം അവരുടെ താഴത്തെ ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് പതിയെ മുകളിലേക്ക് പടികൾ കയറി. എടി, നമുക്ക് നിർത്താം. എനിക്കെന്തോ പേടിയാവുന്നു. ഇതുവരെ ഒന്നും സംഭവിച്ചില്ല, നിർത്താം. സൂര്യ അത് പറഞ്ഞു തീരും മുൻപേ ശക്തിയായ കാറ്റിൽ ജനലടഞ്ഞു. ആ ശബ്ദം കേട്ട് 2 പേരും ഞെട്ടിവിറച്ചു. സൂര്യ ഭയന്ന് നിലവിളിച്ചു. ആ ഞെട്ടലിൽ അവളുടെ കൈ തട്ടി മെഴുകുതിരി മറിഞ്ഞു. ഓജോ ബോർഡ് കത്തി. സൂര്യയുടെ കൈ പൊള്ളി. നിത്യയെയും ഈ സമയത്ത് ഭയം പിടികൂടിയിരുന്നു. സൂര്യ പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്തു. പക്ഷെ കറണ്ട് പോയിരുന്നു. ഭയത്തോടെ അവൾ കട്ടിലിൽ ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി. അപ്പോഴേക്കും ഓജോ ബോർഡ് പൂർണ്ണമായും കത്തിയിരുന്നു. മിന്നലിൻ്റെ വെളിച്ചവും ഇടിയുടെ ശബ്ദവുമൊക്കെയായി ആകെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു.
നിത്യയും ഭയന്ന് സൂര്യയ്ക്കൊപ്പം ചേർന്നു. പെട്ടെന്ന് തുറന്നിട്ട ജനലിന്റെ അരികിൽ ഒരു രൂപം നിൽക്കുന്നത് മിന്നൽ വെളിച്ചത്തിൽ അവർ കണ്ടു. ഒരു മിന്നൽ പിണർ കൂടി കടന്നുപോയപ്പോൾ അവർ ആ രൂപത്തെ ശരിക്കും കണ്ടു. കണ്ട കാഴ്ച വിശ്വസിക്കാനാകാതെ അവർ വിറങ്ങലിച്ചു. ഏകദേശം 6 അടിയോളം ഉയരത്തിലൊരു രൂപം, തലയിൽ 2 കൂർത്ത കൊമ്പുകൾ, ചുവന്നു തുടുത്ത് തിളങ്ങുന്ന കണ്ണുകൾ, മുഖം മനുഷ്യൻ്റേതോ മൃഗത്തിൻ്റേതോ എന്നുറപ്പിക്കാൻ കഴിയാത്ത വണ്ണം ഒരു രൂപം. കണ്ട മാത്രയിൽ സൂര്യ അലറി വിളിച്ചു കരഞ്ഞു. നിത്യ ബോധരഹിതയായി കട്ടിലിൽ തന്നെ വീണു. അതടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ സർവ്വധൈര്യവും സംഭരിച്ച് സൂര്യ ഇറങ്ങി ഓടി. ഇരുട്ടിൽ തട്ടിത്തടഞ്ഞ് എവിടെയൊക്കെയോ വീണ് അവൾ ഒരുവിധം വീടിന് പുറത്തെത്തി. മുന്നിൽ കണ്ട വഴിയിലൂടെ അവൾ തൻ്റെ വീടിൻ്റെ പുറകുവശം ലക്ഷ്യമാക്കി ഓടി. ഒരുവിധം തൊടിയിലെത്തി. ഇനി കുളമാണ്. അതിൻ്റെ സൈഡിലൂടെ പോയാൽ വീടെത്തി. സർവശക്തിയും ധൈര്യവും സംഭരിച്ച് അവൾ ഓടാനാണ്. പക്ഷേ കാലുകൾ അനങ്ങുന്നില്ല. ഇരുട്ടിൽ ആരൊക്കെയോ ഓടിമറിയുന്നു, അട്ടഹസിക്കുന്നു, വികൃതമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. എൻ്റെ ദേവി! നിത്യ, അത് നിന്നെയും കൊല്ലും, അത് നിന്നെയും കൊല്ലും. മുഖമാകെ രക്തം പുരണ്ട് കണ്ണുകൾ തള്ളി വികൃത രൂപത്തോടെ സൂര്യ മുന്നിൽ നിൽക്കുന്നു. മുഖത്ത് വെള്ളം വീണപ്പോഴാണ് നിത്യ ഞെട്ടി ഉണർന്നത്. അച്ഛനും അമ്മയും മുന്നിൽ നിൽക്കുന്നു. എന്തൊരു ഉറക്കമാടി ഇത്! എത്ര വിളിച്ചു! മുൻവശത്തെ കതകം തുറന്നിട്ട് ഈ രാത്രി നീ ഇതെന്തു ഭാവിച്ച? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ പെണ്ണ്. അമ്മയുടെ ശാസന കേൾക്കുമ്പോഴും കുറച്ചു മുമ്പ് താൻ കണ്ടത് സ്വപ്നമാണോ അതോ സത്യമാണോ എന്നറിയാതെ മിഴിച്ചിരുന്നു പോയി നിത്യ. ടേബിളിലെ ടൈം പീസിൽ സമയം 12 മണിയായിരിക്കുന്നു. ഭയത്തോടെ അവൾ ചുറ്റും നോക്കി. അപ്പോഴും അവൾ വിയർക്കുന്നുണ്ടായിരുന്നു. അവൾ ഓജോ ബോർഡ് ഇരുന്ന ഭാഗത്തേക്ക് നോക്കി. ഓജോ ബോർഡ് പഴയ പോലെ ടേബിളിൻ്റെ മൂലയ്ക്ക് ചുരുട്ടി വച്ചിരിക്കുന്നു. ആശ്വാസത്തോടെ, അതിലുപരി ഭയത്തോടെ അവൾ പിന്നെയും ഉറങ്ങാൻ കിടന്നു. നേരം വെളുത്തപ്പോൾ തന്നെ തലേന്നത്തെ സ്വപ്നം സൂര്യയോട് പറയാൻ അവൾ തിരക്കിട്ട് സൂര്യയുടെ വീട്ടിലേക്ക് ഓടി. സൂര്യയുടെ വീട്ടുമുറ്റത്തെത്തിയതും അവൾ പെട്ടെന്ന് നിന്നുപോയി. അവിടെ വലിയ ഒരാൾക്കൂട്ടം, പോലീസും ആംബുലൻസും ടിവിക്കാരും നാട്ടുകാരും. എന്തുപറ്റി? നിത്യ അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു. ഇവിടത്തെ മോളില്ലേ സൂര്യ? ആ കുട്ടിയുടെ ബോഡി പുറകിലെ കൊളക്കരയിൽ കിടന്നു കിട്ടി. രാത്രി ഏതോ കാട്ടുജീവിയെ ആക്രമിച്ചു കൊന്നതെന്നാ പോലീസ് പറയണേ. അതുപോലെ വികൃതമായിട്ടാ ബോഡി കിട്ടിയേ. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. നിത്യയ്ക്ക് ഭൂമി കറങ്ങുന്നത് പോലെ തോന്നി. ശരീരം മരവിക്കുന്നു. സത്യമേത് സ്വപ്നമേത് എന്നറിയാതെ നിത്യ പരവശയായി. അപ്പോൾ സൂര്യയുടെ ജഡവുമായി പോലീസ് ആംബുലൻസിനടുത്തെത്തി. വിറയ്ക്കുന്ന കാലുകളോടെ വേച്ച് നിത്യ അതിനടുത്ത് ചെന്നു. മുഖമാകെ രക്തം പുരണ്ട്, കണ്ണുകൾ തള്ളി, കഴുത്തിൻ്റെ പകുതി ഏതോ ജീവി കടിച്ചെടുത്തതുപോലെ വികൃത രൂപത്തോടെ സൂര്യ. അവളുടെ കയ്യിൽ പൊള്ളലേറ്റതിൻ്റെ പാടുമുണ്ട്. ഒന്നേ നോക്കിയുള്ളൂ നിത്യ. അവൾ ബോധരഹിതയായി നിലം പതിച്ചു. അബോധാവസ്ഥയിൽ സൂര്യ തൻ്റെ കാതിൽ മന്ത്രിക്കുന്നത് നിത്യ കേട്ടു. അത് നിന്നെയും കൊല്ലും, അത് നിന്നെയും കൊല്ലും. 1 മാസത്തേക്ക് നിത്യ ആരോടും ഒന്നും മിണ്ടിയില്ല. അവൾ എപ്പോഴും അമ്മയുടെ ഒപ്പം ഒരു മുറിയിൽ കഴിച്ചുകൂട്ടി. ഉറക്കത്തിൽ പലപ്പോഴും ഞെട്ടി വിളിക്കുകയും അലറുകയും ചെയ്തു അവൾ. ഒറ്റയ്ക്ക് മുറിക്ക് പുറത്തിറങ്ങാൻ പോലും അവൾക്ക് ഭയമായിരുന്നു. നമുക്ക് മോളെ ഏതേലും നല്ല സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാലോ? നിത്യയുടെ അമ്മ അച്ഛനോട് പറഞ്ഞു. സ്വന്തം മകളുടെ അവസ്ഥയിൽ 2 പേരും അങ്ങേയറ്റം നിരാശരും ദുഃഖിതരുമായിരുന്നു. എല്ലാവരും പറയുന്നത് ഏതാണ്ട് ബാധ കയറിയതാ, ഏതേലും മന്ത്രവാദിയെ കാണിക്കാനാ. നമ്മുടെ മോൾക്ക് ബാധയൊന്നുമില്ല. അവളുടെ കൂട്ടുകാരി മരിച്ചതിൻ്റെ ഷോക്കാ. അമ്മ പൊട്ടിക്കരഞ്ഞു. എന്നാലും ആ സൂര്യ, അവൾ എങ്ങനെയാടി? എന്ത് ജീവി? പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് പോലും എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈശ്വര, എൻ്റെ മോള് പഴയ പോലെ ആകണേ, അമ്മ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. വിഷമിക്കണ്ട, നമുക്ക് നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം, അച്ഛൻ പറഞ്ഞു. 6 മാസങ്ങൾക്ക് ശേഷം, നീണ്ട 6 മാസത്തെ ചികിത്സകളും പ്രാർത്ഥനകളും കൊണ്ട് നിത്യ അവളുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ശപിക്കപ്പെട്ട ആ ബോർഡ് അപ്പോഴേക്കും ആ വീട്ടിൽ നിന്നും മാറ്റിയിരുന്നു. പഴയ പുസ്തകങ്ങളും പേപ്പറുകളും വാങ്ങാനെത്തിയ ആക്രിക്കച്ചവടക്കാർ കൂട്ടത്തിൽ അത് കൊണ്ടുപോയിരുന്നു. തൻ്റെ മുറിയിൽ 6 മാസങ്ങൾക്ക് ശേഷം നിത്യ കയറി.
രാത്രികളിൽ അവൾ സുഖമായിട്ടുറങ്ങി. അച്ഛനും അമ്മയ്ക്കും അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ ഇപ്പോൾ ഭയം തോന്നാറില്ല. അവൾ പൂർണ്ണമായും പഴയ നിത്യയായി മാറിയിരുന്നു. പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല, എത്ര ഒഴിവാക്കിയാലും എങ്ങനെ ഒഴിവാക്കിയാലും ആ പൈശാചിക ശക്തി അവളെ തേടിയെത്തുമെന്ന്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ തീയതി 13. അന്ന് നിത്യ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. സമയം സന്ധ്യ അടുക്കാറായി. നല്ല മഴക്കോളും ഉണ്ടായിരുന്നു. ഹോളിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിത്യ. പെട്ടെന്ന് കറണ്ട് പോയി. അധികം ഇരുട്ടിയിട്ടില്ലാത്തതിനാൽ അവൾ എമർജൻസി കത്തിക്കാൻ മെനക്കെടാതെ സീറ്റിൽ തന്നെയിരുന്നു മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നു. മെസ്സേജുകൾക്ക് മറുപടി നൽകുകയും മറ്റും ചെയ്ത് അതിൽ മുഴുകിയിരുന്ന നിത്യ 2 കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഒന്ന്, സമയം സന്ധ്യ കഴിഞ്ഞ് രാത്രിയായത്. മറ്റൊന്ന്, വളരെ നേരമായി അവളെ തുറിച്ചു നോക്കി ജനാലയ്ക്കപ്പുറത്ത് ഒരു കറുത്ത രൂപം നിന്നത്. ആ രൂപം പതിയെ ജനൽ ഗ്ലാസിനുള്ളിലൂടെ തന്നെ ഒഴുകി അകത്തെത്തി. അത് പതിയെ നിത്യ ഇരുന്ന കസേരയുടെ പുറകിൽ അവൾ പോലും അറിയാതെ വന്നു നിന്നു. അതിൻ്റെ ശരീരം നഗ്നയായ സ്ത്രീരൂപം പോലെയായിരുന്നു. കഴുത്തിൽ ഒരു ചൂട് നിശ്വാസവും ഒപ്പം അഴുകിയ ദുർഗന്ധവും അനുഭവപ്പെട്ടപ്പോഴാണ് ഞെട്ടിപ്പിടഞ്ഞ് നിത്യ എണീറ്റു നോക്കിയത്. പക്ഷെ സംശയിക്കത്തക്കതായി ഒന്നും കണ്ടില്ല. അപ്പോഴാണ് സന്ധ്യ കഴിഞ്ഞു രാത്രിയായെന്ന് നിത്യ മനസ്സിലാക്കിയത്. അവൾ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ എമർജൻസി ലാമ്പ് തിരഞ്ഞു. ആ രൂപം അപ്പോഴേക്കും പതിയെ ഒഴുകി നിത്യയുടെ തൊട്ടുപുറകിലെത്തിയിരുന്നു. മൊബൈൽ വെളിച്ചത്തിൽ എമർജൻസി തിരിഞ്ഞുകൊണ്ടിരുന്ന നിത്യ അറിഞ്ഞിരുന്നില്ല അവളുടെ തൊട്ടുപുറകിൽ പിന്തുടർന്നു വന്ന ഒരു രൂപമുണ്ടായിരുന്നു. അപ്പോഴും ദുർഗന്ധത്തിന് കാരണമറിയാതെ അവൾ അതിശയിച്ചു. അവൾ നടന്നു ചെല്ലുന്നിടത്തെല്ലാം ആ ദുർഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. ടേബിളിൽ കുത്തിയിട്ടിരുന്ന എമർജൻസി ഓൺ ചെയ്ത് തിരിഞ്ഞപ്പോഴാണ് നിത്യ അത് ശ്രദ്ധിച്ചത്. പുറത്ത് നല്ല ഇടിയും മഴയും തുടങ്ങിയിരുന്നു. ഈ സമയം നിത്യയെ പിന്തുടർന്ന രൂപം പതിയെ ഇഴഞ്ഞിഴഞ്ഞ് ബെഡിൻ്റെ അടിയിലേക്ക് കയറി. കുറച്ചു നേരം മഴയും മണ്ണിൻ്റെ മണവും ആസ്വദിക്കാം എന്നു കരുതി നിത്യ മൊബൈൽ ലോക്ക് ചെയ്ത ശേഷം ജനലിൻ്റെ കേർട്ടൻ മാറ്റി ജനൽ തുറന്നു. പക്ഷെ മഴ കാണാൻ വേണ്ടി പുറത്തേക്ക് നോക്കിയ നിത്യ മിന്നലിൻ്റെ വെളിച്ചത്തിൽ കണ്ട കാഴ്ച അവൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ജനാലയ്ക്കപ്പുറത്ത് ഒരു കൈയെത്തും ദൂരത്ത് അവളെ തന്നെ തുറിച്ചു നോക്കി മൃഗീയമായ വിളറിയ ചിരിയോടെ ഒരു ഭീകര രൂപം. അതിന് കയ്യിൽ നീണ്ട കൂർത്ത നഖങ്ങളുണ്ടായിരുന്നു. കാലുകൾ ഏതോ മൃഗത്തിൻ്റേതുപോലെ തോന്നിച്ചു. പുറകിൽ ഇളകിയാടുന്ന നീണ്ട കൂർത്ത മുന പോലെയുള്ള വാലും. ഒറ്റ നോട്ടത്തിൽ മനുഷ്യനാണോ മൃഗമാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്തതുപോലെ വികൃതമായൊരു രൂപം. ഒന്നേ നോക്കിയുള്ളൂ. അപ്പോഴേക്കും നിത്യ നെറ്റിവിറച്ച് പുറകിലേക്ക് വീണുപോയി. മൊബൈൽ കയ്യിൽ നിന്നും താഴെ വീണു. ഭയം നിത്യയെ പിടിമുറുക്കിയിരുന്നു. ഒരു മാനസിക രോഗിയെപ്പോലെ അലറി വിളിച്ച് അവൾ പുറകിലേക്ക് ഇഴഞ്ഞു നീങ്ങി. മുറിയുടെ മൂലയ്ക്ക് പേടിയോടെ വിറച്ചിരുന്നു. അവൾക്ക് ഒന്നിനും ആകുമായിരുന്നില്ല. ശരീരം ചലിക്കാത്ത അവസ്ഥ. അപ്പോൾ മുറിയിലെ ഇരുട്ടിൽ നിന്നും അരണ്ട വെളിച്ചത്തിൽ നിന്നും വികൃതമായ ശബ്ദങ്ങളും കാൽപെരുമാറ്റങ്ങളും കേൾക്കാമായിരുന്നു. എമർജൻസി ലാമ്പ് അപ്പോഴേക്കും ടേബിളിൽ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പേടികൊണ്ട് വിറച്ച് മുഖം കൈകളിൽ അമർത്തി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, എനിക്ക് മരിക്കണ്ട, വേണ്ട, എനിക്ക് മരിക്കണ്ട. നിത്യയുടെ സമതല തെറ്റിയിരുന്നു. അപ്പോൾ ബെഡ്റൂമിൽ വാതിൽക്കൽ നായ മുരളുന്നത് പോലെയുള്ള ശബ്ദം കേട്ട് അവൾ ഞെട്ടി മുഖമുയർത്തി. വിറങ്ങലിച്ച് അലറി വിളിച്ച് കരഞ്ഞു. കുറച്ചു മുമ്പ് പുറത്തു കണ്ട അതേ രൂപം വാതിൽക്കൽ നിന്ന് അവളെ തുറിച്ചു നോക്കി നിൽക്കുന്നു. ലാമ്പിന്റെ അരണ്ട വെളിച്ചത്തിൽ നിത്യ കണ്ടു. അതിൻ്റെ കയ്യിലെ കൂർത്ത നഖങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു. അമ്മേ, എന്നെ രക്ഷിക്കണേ, ഭഗവതി, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, അവൾ അലറി വിളിച്ചു. പക്ഷെ ആ കോരിച്ചൊരിയുന്ന മഴയിൽ ആ നിലവിളിയും അലിഞ്ഞില്ലാതായി. വാതിൽക്കൽ നിന്നിരുന്ന ആ രൂപം ഒരു മുരൾച്ചയോടെ അവൾക്കരികിലേക്ക് നടന്നെടുത്തു. മുറിയിലാകെ അസഹനീയമായി ദുർഗന്ധം വമിച്ചു. വേണ്ട, അടുത്തു വരണ്ട, വേണ്ട, കൊല്ലല്ലേ, എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ, അടുത്തു വരണ്ട. ഒരു ഭ്രാന്തിയെ പോലെ അവൾ പുലമ്പിക്കൊണ്ടിരുന്നു. അവളുടെ മുന്നിലെത്തിയ ആ ഭീകരരൂപി അവളെ നോക്കി വികൃതമായൊന്ന് ചിരിച്ചു.
ഒരു കൈകൊണ്ട് അത് നിത്യയെ കഴുത്തിന് പിടിച്ചു പൊക്കി ഭിത്തിയോട് ചേർത്തു. മറു കൈകൊണ്ട് അത് പതിയെ നിത്യയുടെ വായിലൂടെ കൂർത്ത നഖങ്ങൾ ഉള്ളിലേക്ക് കടത്തി ശ്വാസനാളമടക്കം വലിച്ചു കീറി പുറത്തിട്ടു. ബെഡിന്റെ കീഴിൽ പതുങ്ങിക്കിടന്നിരുന്ന രൂപവും വികൃതമായൊരു മുരൾച്ചയോടെ പതിയെ ഇഴഞ്ഞ് അവളുടെ മുഖത്തിനു നേരെ എത്തി. മൃഗീയമായൊരു ചിരിയോടെ അത് നിത്യയുടെ വയർ കീറി മുറിച്ചു. പിടി അയഞ്ഞപ്പോൾ നിത്യ ഭിത്തിയിലൂടെ നിരങ്ങി താഴേക്കൂർന്നു. അവളുടെ മുഖം കരുവാളിച്ച് വലിഞ്ഞു മുറുകി, കണ്ണുകൾ കുറുകി, തുറന്നിരിക്കുന്ന വായിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു നേരിയ നരക്കം പോലും പുറത്തു വരാതെ നിത്യ മരണത്തിന് കീഴടങ്ങി. ഒടുവിൽ സൂര്യയുടെ വാക്കുകൾ സത്യമായി. അത് നിത്യയെയും കൊന്നു. മേരി മാത ലേഡീസ് ഹോസ്റ്റൽ. സമയം രാത്രി 11:30. എന്താടി നമ്മുടെ നാൻസിയുടെ മുറിയിൽ ഭയങ്കര തിരക്ക്? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ മീനു? നാൻസി ഇന്ന് പഴയ റെഫറൻസ് ബുക്സ് വാങ്ങാൻ ടൗണിലെ പഴയ സെക്കൻഡ് ഹാൻഡ് ബുക്സ് വിൽക്കുന്ന കടയിൽ പോയിരുന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോഴാ ആ ബുക്കിനകത്ത് ഓജോ ബോർഡ് പോലെ ഏതാണ്ടൊരു സാധനം മടക്കി വച്ചിരിക്കുന്നു. പഴയ ബുക്ക് വിറ്റ് ആരാണ്ട് സൂക്ഷിച്ചത് വച്ചതാ. അച്ചായത്തികളെല്ലാം കൂടി ഇന്ന് രാത്രി അത് പരീക്ഷിക്കാൻ പോവാ. ആഹാ, അത് ശരി. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നമുക്കും ധൈര്യമുണ്ടെന്ന് അവളുമാരെയൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. എനിക്കൊരു പ്രേതത്തെയും പേടിയില്ല. നമ്മൾ പങ്കെടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നീ വാടി അഞ്ജലി. പൂർണ്ണചന്ദ്രനെ ഒരു കറുത്ത കാർമേഘം മറച്ചു. ഇരുട്ടിൽ ദൂരെ എവിടെയോ കാലൻ കോഴി കൂവി. തണുത്ത കാറ്റ് വീശി തുടങ്ങി. ഒരു വലിയ ദുരന്തത്തിന്റെ മുന്നോടി എന്ന വണ്ണം അന്തരീക്ഷം മാറാൻ തുടങ്ങിയിരുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവളുമാരെന്തെങ്കിലും ചെയ്യട്ടെ, നീ എന്തിനാ പോകണേ മീനു? എടി, നമ്മൾ ഹിന്ദുക്കൾ തോറ്റുകൊടുക്കാൻ പാടില്ല. അച്ചായത്തിമാർക്ക് മാത്രമല്ല ഈ ഓജോ ബോർഡ് പരിപാടി പറ്റുന്നത്, നമുക്കും പറ്റും. അതിന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കും. നീ വാ പെണ്ണെ, മീനു അഞ്ജലിയെ നിർബന്ധിച്ചു. ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാ, നീ പൊയ്ക്കോ. എടി പെണ്ണെ, ഇന്ന് വെള്ളിയാഴ്ചയാ, ഇനി 2 ദിവസം ലീവാ. ഇവിടെ വാർഡനും മെസ്സിലെ ചേച്ചിയും ആരുമില്ല. 2 ദിവസം അടിച്ചു പൊളിക്കാം. നമ്മളും വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ, ബാക്കിയെല്ലാം വീട്ടിൽ പോയി. നീ വാ മോളെ. മീനു അഞ്ജനയെ നിർബന്ധിച്ച് നാൻസിയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇരുവരും നാൻസിയുടെ റൂമിന്റെ വാതിക്കലെത്തി. ഹോസ്റ്റൽ റൂമിന്റെ 3ാം നിലയിലാണ് ഇരു കൂട്ടരുടെയും റൂം. അന്ന് ഹോസ്റ്റലിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല. 2 ദിവസം അവധിയായിരുന്നതിനാൽ ഭൂരിഭാഗം പേരും വീട്ടിൽ പോയിരുന്നു. മഴ നല്ലപോലെ പെയ്തു തുടങ്ങിയിരുന്നു. ഇടിയും മിന്നലും അത്ര തീവ്രമല്ലെങ്കിലും ഉണ്ടായിരുന്നു. കോറിഡോർ മുഴുവൻ മഴവെള്ളം വീണ് നനഞ്ഞിരുന്നു. കോറിഡോറിന്റെ അറ്റത്താണ് കോമൺ ബാത്റൂമുകൾ ഉള്ളത്. കോറിഡോറിന്റെ ലൈറ്റുകൾ എല്ലാം മിക്കവാറും ഓഫായിരുന്നു. തുറന്നിട്ട് റൂമുകളിൽ നിന്നും വരുന്ന പ്രകാശം ഒഴിച്ചാൽ ഹോസ്റ്റലും അകത്തളവും ഏകദേശം ഇരുട്ടിൽ തന്നെയായിരുന്നു. നാൻസി, ഡി വാതിൽ തുറക്ക്. നാൻസി, ഞാനാ, മീനുവാ. റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടു. ഇരുവരും ഉടൻ തന്നെ അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു. 6 പേർക്കുള്ള സാമാന്യ വലിപ്പമുള്ള റൂമായിരുന്നു അത്. കട്ടിലിൽ 3 തട്ടായിട്ട് 2 സൈഡിലും ഇട്ടിരുന്നു. നാൻസി അടക്കം 2 പേർ മാത്രമേ അന്ന് റൂമിലുണ്ടായിരുന്നുള്ളൂ, റൂബിയും സിജിയും. മറ്റുള്ളവർ വീട്ടിൽ പോയിരുന്നു. എന്താടി നാൻസി, എന്താ സംഭവം? നിനക്കൊരു സാധനം കിട്ടിയെന്ന് കേട്ടല്ലോ. സംഗതി ഓജോ ബോർഡ് തന്നെയാണോ? നിനക്ക് എവിടെന്നാ കിട്ടിയേ? ഏതോ പഴയ പുസ്തകത്തിന്റെ അകത്തിരുന്നു എന്ന് അഞ്ജലി പറഞ്ഞു. ഉള്ളതാണോ? ആടി, ഉള്ളതാ. പഴയ റെഫറൻസ് ബുക്കിനകത്ത്. ടൗണിൽ നിന്ന് വാങ്ങിയ പഴയ ബുക്കിലായിരുന്നു. ഇവിടെ വന്നപ്പോഴാ കണ്ടേ. ഞാൻ ഇതുവരെ ഈ സംഗതി പരീക്ഷിച്ചിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. പക്ഷെ എളുപ്പമെന്നാ കേട്ടിട്ടുള്ളത്. നമ്മൾ ആത്മാവിനോട് ചോദിക്കുന്നതിനൊക്കെ ഉത്തരം കിട്ടും. നമുക്ക് പരീക്ഷ ചോദ്യം ഏത് വരുമെന്ന് ചോദിക്കാം. നമ്മളെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം. പോടി, മിനു അതിശയം ഭാവിച്ചു. സത്യമാടി, സമയം പോകുന്നു, നമുക്ക് തുടങ്ങാം. റൂബി, കർത്താവിൻ്റെ പടമൊക്കെ അലമാരിയിൽ വെച്ചില്ലേ? ആ കുരിശും അകത്ത് വെച്ചേരു കേട്ടോ. നമുക്ക് നിലത്തിരിക്കാം. 5 പേരില്ലേ? സ്ഥലമുണ്ട്. എന്നാ വാ, തുടങ്ങാം. എല്ലാവരും വട്ടത്തിലിരിക്കെ. എടി, എനിക്ക് പേടിയടി, ഞാൻ പൊക്കോട്ടെ. അഞ്ജലിക്ക് വല്ലാത്ത ഭയം തോന്നിയിരുന്നു. ചുമ്മാതിരിപ്പെണ്ണെ, സിജി ദേഷ്യപ്പെട്ടു. ഇനി ആരും എങ്ങോട്ടും പോണില്ല, ഇത് കഴിഞ്ഞ് ആലോചിക്കാം. വല്ല ആൺപിള്ളേരുടെയും പുസ്തകമാണോടി നീ സെക്കൻഡ് ഹാൻഡിന് വാങ്ങിയത്?
മീനു ചിരി അമർത്തി. അല്ലടി, ഏതോ ഒരു നിത്യയുടെ പുസ്തകമാ. നാൻസി ജനൽപ്പാളികൾ മലർക്കെ തുറന്നിട്ടു. നല്ല തണുത്ത കാറ്റും മഴച്ചാറ്റലും റൂമിലേക്ക് അരിച്ചെത്തി. മുറിയുടെ ഒത്ത മധ്യത്തിലായി മെഴുകുതിരി വെച്ചു കത്തിച്ചു. പുസ്തകത്തിനിടയിൽ മടക്കി വെച്ചിരുന്ന ബോർഡ് പുറത്തെടുത്തു. എടി, മഴച്ചാറ്റലും കാറ്റുമുണ്ട്, മെഴുകുതിരി കേടും. ഏയ് സാരല്ല, നമ്മൾ താഴെയല്ലേ ഇരിക്കണേ. മാത്രമല്ല, ഇത് ചെയ്യുമ്പോൾ ജനലൊക്കെ തുറന്നിടണം. നാൻസി ബോർഡ് നിവർത്തി വെച്ചു. 5 പേരും ചുറ്റിനുമിരുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ അവർ ആ ബോർഡ് കൗതുകത്തോടെ നോക്കി. ബോർഡ് കണ്ട മാത്രയിൽ തന്നെ എന്തെന്നില്ലാത്ത ഒരു ഉൾഭയം ഏവരെയും ബാധിച്ചെങ്കിലും ആരും അത് പുറത്തു കാട്ടിയില്ല. ഇതെന്നാടി ഇത്? ഇതിലെന്തോ അടി സാത്താൻ 666 എന്നൊക്കെ എഴുതിയിരിക്കണേ. സാത്താന്റെ പോലത്തെ പടവുമുണ്ടല്ലോ. ഇതാണോ ഓജോ ബോർഡ്? അഞ്ജലി കരയുന്ന പോലെയായി. ഇങ്ങനെയൊക്കെ തന്നെയാണേ. കണ്ടില്ലേ, ABCD ഒക്കെ ഉണ്ട്, അക്കങ്ങളുണ്ട്. കണ്ടില്ലേ, യെസ് ഓർ നോ, ഗുഡ് ബൈ, ഒക്കെ സംഭവം അത് തന്നെ. എടി, ഓജോ ബോർഡ് ഞാനും TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സാത്താൻ ഇത് വേറെ എന്താണ്ടാ കേട്ടോ. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഡിമോൺ ബോർഡ് എന്നൊക്കെ പറഞ്ഞ് പൈശാചിക ശക്തികളുടെയും ചെകുത്താൻ്റെയും ഒക്കെ പോലത്തെ ബോർഡ് കണ്ടിട്ടുണ്ട്. ഇത് അതേതേണ്ട. എടി വേണ്ടടി, വിട്ടുകള, ഇത് ശരിയാവില്ല കേട്ടോ. മിണ്ടാതിരിക്കുന്നുണ്ടോ? റൂബിക്ക് ദേഷ്യം തികട്ടി വന്നു. ഉള്ളിൽ അവൾക്കും നല്ല ഭയമുണ്ടായിരുന്നു. അതെ, തുടങ്ങാൻ പോവാ. ആരും ഇനി മിണ്ടരുത്, കേട്ടല്ലോ, നാൻസി താക്കീത് നൽകി. ബോർഡ് മെഴുകുതിരിയുടെ സൈഡിലായി വെച്ചു. ശേഷം നാൻസി കൊയിൻ അതിൽ വെച്ച് ചൂണ്ടുവിരൽ അമർത്തി പിടിച്ചു. ഇനി ഞാൻ പറയുന്നത് എല്ലാവരും ഏറ്റു പറയണം കേട്ടോ. എന്താ പറയേണ്ടത്? മീനു സംശയമുയർത്തി. ഓ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഓ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഓ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. എല്ലാവരും ഒരേ സ്വരത്തിൽ അത് ഏറ്റു പറയാൻ തുടങ്ങി. സമയം ഇഴഞ്ഞു നീങ്ങി. കുറെ നേരം ആത്മാവിനെ വിളിച്ചിട്ടും യാതൊന്നും സംഭവിച്ചില്ല. നാൻസിയുടെയും മറ്റുള്ളവരുടെയും ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ അവരാരും അറിഞ്ഞിരുന്നില്ല. ആ ശപിക്കപ്പെട്ട ബോർഡിൽ നോക്കി വായിച്ചപ്പോൾ തന്നെ പൈശാചിക ശക്തി ഇരകളെ തേടിയെത്തിയത്. ഈ സമയം അവരുടെ മുറിയിലെ വാതിലിന് മുൻപിൽ തലയിൽ നീണ്ട കൂർത്ത കൊമ്പുകളുള്ള ഒരു വലിയ രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. കോറിഡോറിലെ അരണ്ട വെളിച്ചത്തിലൂടെ അത് മെല്ലെ കോമൺ ബാത്റൂമുകളുള്ള ഭാഗത്തേക്ക് ഒരു നിഴൽ പോലെ പതിയെ നടന്നു കയറി. ആ മഴ ആർത്തലച്ചു. ഇടിമിന്നലിന്റെ കാഠിന്യം കൂടി വന്നു. 12 മണി. മനുഷ്യന്റെ ഉറക്കം കളയാൻ അവൾ ഓരോ കുന്തം കൊണ്ടുവന്നോളും. റൂബി ദേഷ്യപ്പെട്ട് എഴുന്നേറ്റു. ഇരിക്കു റൂബി, സിജിത്ത് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എത്ര നേരമായി ഇരിക്കുന്നു? മണി 12ആയി. പ്രേതവുമില്ല ഭൂതവുമില്ല. ഞാൻ കിടക്കാൻ പോവാ. പ്രേതം വന്നാൽ വിളിച്ചാൽ മതി. വാതിൽ തുറക്കാൻ പോവാ. എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. നീ എന്തേലും ചെയ്യ. ഞങ്ങൾ എന്തായാലും കുറച്ചുകൂടെ നോക്കിയിട്ടേ നിർത്തുന്നുള്ളൂ. നാൻസി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. റൂബി മൊബൈലിന്റെ വെളിച്ചത്തിൽ പുറത്തു കടന്ന് ബാത്റൂമിലേക്ക് നടന്നു. നാൻസി, നിർത്താടി, ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. മീനു എഴുന്നേറ്റു. അവൾക്ക് ഉറക്കം വന്നു തുടങ്ങിയതിനാൽ കട്ടിലിൽ പോയി കിടന്നു. എല്ലാവർക്കും ക്ഷമ നശിച്ചിരുന്നു. ഏറ്റവും നിരാശ നാൻസിക്കായിരുന്നു. അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. അവൾ പിന്നെയും ആത്മാവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇരയെ കണ്ട മൃഗത്തെ പോലെ അവളെ തുറിച്ചു നോക്കി ജനാലയ്ക്കപ്പുറത്ത് തല കീഴായി കിടന്ന ഭീകര സത്വത്തെ ആരും ശ്രദ്ധിച്ചില്ല. ബാത്റൂമിന്റെ വാതിൽ പുറത്ത് ആരോ പതിയെ തട്ടുന്ന ശബ്ദം കേട്ട് റൂബി ഞെട്ടി മൊബൈലിൽ നിന്ന് കണ്ണെടുത്തു. ആരാടി? സിജിയാണോ? മറുപടി ഉണ്ടായില്ല. തട്ടലിന്റെ ശക്തി ഓരോ തവണയും കൂടിക്കൂടി വന്നു. ആർക്കാ ഇത്ര? റൂബി ദേഷ്യപ്പെട്ടു. അപ്പോഴും തട്ടിവിളി തുടർന്നുകൊണ്ടിരുന്നു. റൂബി ദേഷ്യപ്പെട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. പക്ഷെ ആരെയും കണ്ടില്ല. ഈ സമയം ഇരുട്ടിൽ നിന്നും ഒരു രൂപം റൂബിയുടെ തൊട്ടുപുറകിലെത്തിയിരുന്നു. അസഹനീയമായൊരു പ്രത്യേകതരം രൂക്ഷഗന്ധം അവിടമാകെ വ്യാപിച്ചു. ദേഷ്യപ്പെട്ട് തിരിച്ചു കയറാൻ ഒരുങ്ങിയ റൂബി പുറകോട്ട് നീങ്ങിയപ്പോൾ താൻ ആരുടെയോ ശരീരത്തിൽ തട്ടി നിന്നതറിഞ്ഞു. പുറകിൽ ശക്തിയായ നിശ്വാസവും നേരിയ മുരൾച്ചയും അവൾ അറിഞ്ഞു. പുറകോട്ട് നോക്കാൻ അവൾ ഭയപ്പെട്ടു. സർവധൈര്യവും സംഭരിച്ച് പതിയെ പിന്തിരിഞ്ഞു നോക്കിയതും അവൾ ഷോക്കേറ്റതുപോലെ വിറച്ച് താഴെ വീണു. ആ രൂപത്തെ കണ്ട് റൂബി ഞെട്ടിവിറച്ചു. അത് മെല്ലെ അവളുടെ മുന്നിൽ വന്നു നിന്നു.
മുകളിലെ ബൾബിന്റെ വെളിച്ചത്തിൽ അവൾ ആ രൂപത്തെ ശരിക്കും കണ്ടു. മനുഷ്യൻ്റേതുപോലെയുള്ള ശരീരം, തലയിൽ മാനിൻ്റേതുപോലെ നീണ്ടു കൂർത്ത കൊമ്പുകൾ, മുഖം കണ്ടാൽ ജീവനുള്ള ഏതു മനുഷ്യജീവിയും ഭയന്നു പോകും പോലെ വികൃതം, നീണ്ടു കൂർത്ത ചെവികൾ, ശരീരമാസകലം നീണ്ട മുടി പോലെ രോമങ്ങൾ, കണ്ണുകൾ അകത്തേക്ക് കുഴിഞ്ഞ് 2 ചെറിയ തീഗോളം പോലെ, കൈവിരലുകൾ നീണ്ടു മെലിഞ്ഞ് നഖങ്ങൾ വളഞ്ഞു കൂർത്തിരിക്കുന്നു. പല്ലുകൾ പുറത്തേക്ക് കാണത്തക്കവണ്ണം അതിൻ്റെ വാ തുറന്നിരുന്നു. നാക്കുകളുടെ അറ്റം 2ആയി പിളർന്ന രീതിയിലായിരുന്നു. താൻ കാണുന്നത് സ്വപ്നമാണോ എന്ന് പോലും ചിന്തിച്ചു റൂബി. ഭീകരരൂപത്തെ കണ്ട് അവൾ അലറിക്കരയാൻ തുനിഞ്ഞെങ്കിലും ശബ്ദം വെളിയിലേക്ക് വന്നില്ല. തൻ്റെ ശരീരമൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിയാതെ അവൾ നിലത്ത് കിടന്നു. അവളുടെ തല കറങ്ങി ഒരു നേരിയ ചൂളം വിളി തലയ്ക്കുള്ളിലൂടെ പാഞ്ഞു. പതിയെ റൂബിയുടെ ബോധം മറിഞ്ഞു. റൂബി പോയിട്ട് കുറേ നേരമായല്ലോ. ഇനി ബാത്റൂമിലിരുന്ന് പേടിച്ച് ബോധം കെട്ടു വീണോ? നീ വാടി, നമുക്കൊന്ന് പോയി നോക്കാം. എനിക്കും ഒന്ന് ബാത്റൂമിൽ പോണം. സിജി അഞ്ജലിയെയും കൂട്ടി മുറിക്ക് പുറത്തിറങ്ങി. നാൻസി അപ്പോഴും ബോർഡിൽ നോക്കി ആത്മാവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ബാത്റൂമിൽ എത്തിയപ്പോൾ റൂബിയുടെ മൊബൈൽ നിലത്ത് കിടക്കുന്നത് കണ്ട് 2 പേരും പരിഭ്രമിച്ചു. വിളിച്ചിട്ട് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവർ ഉള്ളിലേക്ക് കയറി. ഒട്ടുമിക്ക ബാത്റൂം വാതിലുകളും പുറത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. ചാരിയിട്ട ഒരു ബാത്റൂമിന്റെ ടാപ്പിൽ നിന്ന് വെള്ളമൊഴുകുന്ന ശബ്ദം കേട്ട അവർ അത് പേടിയോടെ പതിയെ തള്ളി തുറന്നു. കണ്ട കാഴ്ച വിശ്വസിക്കാനാകാതെ 2 പേരും വിറങ്ങലിച്ചു പോയി. ശരീരമാസകലം മുറിവേറ്റ് രക്തം പുരണ്ട വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ നിലയിൽ റൂബി നായ മുരളം പോലെ ഭിത്തിയോട് ചേർന്നിരിക്കുന്നു. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി തീ പോലെ ജ്വലിച്ചിരുന്നു. ഭയന്നുപോയി 2 ആളും. എന്താ റൂബി എന്താ പറ്റിയേ? കണ്ടത് വിശ്വസിക്കാനാകാതെ അഞ്ജലി വിറച്ചു ചോദിച്ചു. അവളുടെ ഉടൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വന്യമായൊരു മുരൾച്ചയോടെ റൂബി അഞ്ജലിയുടെ നേർക്ക് ചാടി വീണു. അവൾ അഞ്ജലിയുടെ കഴുത്ത് കടിച്ചു പറിച്ചു. ഭയന്ന് നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടാൻ ആഞ്ഞ സിജി നിലത്ത് തെന്നി വീണു. ശ്വാസം കിട്ടാതെയും ചോര വാർന്നും അഞ്ജലി നിമിഷങ്ങൾക്കകം പിടഞ്ഞു മരിച്ചു. ഒരു നേരിയ നരക്കം പോലും അവളിൽ നിന്നുണ്ടായില്ല. റൂബി സിജിയുടെ നേർക്കടുത്തു. അവളുടെ മുഖം ഒരു ഭീകര രൂപിയെ പോലെ മാറാൻ തുടങ്ങിയിരുന്നു. നിലത്ത് കിടന്ന സിജി പരതി. കയ്യിൽ കിട്ടിയ ഒരു ഇരുമ്പ് പൈപ്പ് കൊണ്ട് അവൾ റൂബിയുടെ തലക്കടിച്ചു. ഒരലർച്ചയോടെ റൂബി നിലത്തു വീണ് പിടഞ്ഞു. അവളുടെ മുരൾച്ച പതിയെ തേങ്ങലായി മാറി. നിമിഷങ്ങൾക്കകം ആ കിതപ്പില്ലാതെയായി. സിജി വിറച്ചുകൊണ്ട് പൈപ്പ് ദൂരേക്കെറിഞ്ഞു. സമനില തെറ്റി ഭ്രാന്തിയെപ്പോലെ പേടിച്ചു വിറച്ച് ഒരു മൂലക്കിരുന്നു. തൻ്റെ 2 സുഹൃത്തുക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൺമുന്നിൽ കണ്ടതും നടന്നതും സ്വപ്നമോ സത്യമോ എന്നറിയാതെ അവൾ മിഴിച്ചിരുന്നു. ഒന്ന് എഴുന്നേൽക്കാനോ പുറത്തേക്കിറങ്ങാനോ അവൾ ഭയന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ നിലവിളിച്ചു, അട്ടഹസിച്ചു. അപ്പോൾ ഇരുട്ടിൽ നിന്നും ആ ഭീകരരൂപി അവൾക്കരികിലേക്ക് നടന്നെടുത്തു. ആ രൂപത്തെ കണ്ട് അവൾ നടുങ്ങി. വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ, അടുത്തു വരരുത്, വരണ്ട, വേണ്ട, എനിക്ക് പേടിയാ, വരണ്ട. ഭയം കൊണ്ട് അവൾ മുഖം കൈകൾ പൊത്തി അലറി വിളിച്ചു. അവളുടെ ശരീരം പേടി കൊണ്ട് വിറച്ചു. ആ ഭീകരരൂപി അവളെ നോക്കി വികൃതമായി ചിരിച്ചുകൊണ്ട് അവൾക്കരികിലെത്തി. അത് അവളുടെ വായിലൂടെ അകത്തേക്ക് കൂർത്ത നഖങ്ങളിറക്കി. സിജിയുടെ നിലവിളി ഗദ്ഗതങ്ങളായി നേർത്തു വന്നു. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. മുഖം വലിഞ്ഞു മുറുകി. വായിലൂടെ രക്തം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. നിലം മുഴുവൻ രക്തം കൊണ്ട് തളം കെട്ടി. ആ കോരിച്ചൊരിയുന്ന മഴയിൽ അവളുടെ തേങ്ങലുകൾ ആ ബാത്റൂമിൻ്റെ ചുവരുകൾക്കുള്ളിൽ അലിഞ്ഞില്ലാതായി. പൈശാചിക ശക്തി പിടിവിടുവിച്ചപ്പോൾ സിജി ഒരു പഴംതുണി കെട്ടുപോലെ ഊർന്ന് നിലത്തു വീണു. അവളുടെ കണ്ണുകൾ അപ്പോഴും തുറിച്ചിരുന്നു. കുറെ നേരമായിട്ടും ഒന്നും സംഭവിക്കാത്തതിനാൽ ദേഷ്യം വന്ന നാൻസി ദേഷ്യപ്പെട്ട് ബോർഡ് വലിച്ചു കീറി കത്തിച്ചു. മെഴുകുതിരി ഊതിക്കെടുത്തി. ലൈറ്റ് ഓൺ ചെയ്തു. മീനു അപ്പോഴേക്കും ബെഡിൽ ചെറുതായി ഉറക്കത്തിലേക്ക് വീണിരുന്നു. അവളെ ഉണർത്താതെ ലൈറ്റ് ഓഫ് ചെയ്ത് നാൻസി വാതിൽ തുറന്നു. കൂട്ടുകാരുടെ മുന്നിൽ ചെറുതായതിൻ്റെ കുറച്ചിൽ അവളുടെ മുഖത്തുണ്ടായിരുന്നു. പുറത്തേക്ക് പോയ 3 പേരെയും കാണാന് നാൻസി അവരെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി. 1 മണി. മയക്കത്തിനിടയിൽ എന്തോ ശബ്ദം കേട്ട് മീനു ഞെട്ടി ഉണർന്നു. അവൾ ചുറ്റിനും നോക്കി.
മുറിയിലെങ്ങും അന്ധകാരം നിറഞ്ഞു നിന്നു. തുറന്നിട്ട ജനലിലൂടെ മഴയുടെ എരിച്ചിലും തണുത്ത കാറ്റും മുറിയിലേക്ക് അരിച്ചെത്തുന്നു. നാൻസി, നാൻസി. റൂബി. മറുപടി ഉണ്ടായിരുന്നില്ല. താൻ റൂമിൽ ഒറ്റയ്ക്കാണെന്ന ചിന്ത അവളെ കൂടുതൽ ഭയപ്പെടുത്തി. അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനാലയ്ക്കരികിലെത്തി പുറത്തേക്ക് നോക്കി. മഴത്തുള്ളികൾ അവളുടെ മുഖത്ത് തട്ടിച്ചിന്നി ചിതറി. മുറിക്ക് പുറത്തിറങ്ങാൻ ഭയം തോന്നിയ മീനു തിരിച്ചു വന്ന് കട്ടിലിലിരുന്നു. മൊബൈൽ എടുത്ത് വിളിച്ചു നോക്കാമെന്ന് കരുതി മൊബൈൽ കയ്യിലെടുത്ത് 4 പേരുടെയും നമ്പറിൽ വിളിച്ചു. മറുപടി ഇല്ലാതിരുന്നതോടെ അവളുടെ ഭയം ഇരട്ടിച്ചു. ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ഭയന്ന് അവൾ പുതപ്പെടുത്ത് തലവഴി മൂടി പുതച്ച് മനസ്സിൽ നാമം ജപിച്ചു കിടന്നു. ആരോ ഏങ്ങിക്കരയുന്ന പോലെ തോന്നി. അവൾ പതിയെ പുതപ്പ് മാറ്റി നോക്കി. തോന്നിയതാകുമെന്ന് കരുതി അവൾ കാതു കൂർപ്പിച്ചു. അപ്പുറത്തെ സൈഡിലെ മുകളിലത്തെ ബെഡിൽ നിന്നുമാണ്. മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ നോക്കി. അവിടെ മുകളിലെ ബെഡിൽ കൂനിക്കൂടിയിരുന്ന് ആരോ കരയുന്നത് അവൾ വ്യക്തമായി കണ്ടു. ഭയം തോന്നിയെങ്കിലും പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് അവൾ സൂക്ഷിച്ചു നോക്കി. വസ്ത്രധാരണം കൊണ്ടും ശബ്ദം കൊണ്ടും അത് നാൻസിയാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ മുഖം വ്യക്തമല്ലായിരുന്നു. മീനു ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ലൈറ്റിട്ടു. നാൻസി, നാൻസി, എന്താ പറ്റിയേ? എന്തിനാ നീ കരയുന്നേ? അഞ്ജലിയും റൂബിയും സിജിയും ഒക്കെ എന്തിയേ? ആരും എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഓജോ ബോർഡ് എവിടെ? എന്തായി? നീ എന്തിനാടി കരയുന്നേ? മീനു ഭയവും സങ്കടവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു. നാൻസി കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ മറുപടി ഒന്നും ഉണ്ടായില്ല. മീനു പിന്നെയും പലതും ചോദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ മുഖമുയർത്താതെ നാൻസി മീനുവിൻ്റെ പുറകിലേക്ക് കൈ ചൂണ്ടി. പുറകിലേക്ക് നോക്കിയ മീനു പ്രത്യേകിച്ച് ഒന്നും കാണാതെ പേടികൊണ്ട് ബെഡിൽ ചാടിക്കയറി നാൻസിയെ കെട്ടിപ്പിടിച്ച് പേടിച്ചു വിറച്ചു കരഞ്ഞു. നാൻസി, നോക്കടി, എന്താ അവിടെ? എന്നെ ഒന്ന് നോക്കടി നാൻസി, എന്താ? എൻ്റെ ദൈവമേ, ഇവൾക്ക് എന്താ പറ്റിയത്? എന്താ ഇവിടെ സംഭവിച്ചത്? മീനു നാൻസിയെ കുലുക്കി വിളിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ നാൻസി പതിയെ മുഖമുയർത്തി മീനുവിനെ നോക്കി. ആ മുഖത്തേക്ക് നോക്കിയ മീനു നടുങ്ങിപ്പോയി. നാൻസിയുടെ മുഖം വിളറി വെളുത്തിരിക്കുന്നു. മുഖമാകെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി രക്തം പൊടിഞ്ഞ വായിലൂടെ രക്തത്തുള്ളികൾ ഒഴുകിയിരുന്നു. കണ്ണുകൾ തുറിച്ച് ജ്വലിച്ചു നിന്നു. ആ മുഖത്ത് മൃഗീയമായൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നു. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാകാതെ മീനു ഭയന്നു വിറച്ചുകൊണ്ട് ബെഡിൽ നിന്നും താഴേക്കിറങ്ങി. നാൻസിയെ തന്നെ നോക്കിക്കൊണ്ട് അവൾ പതിയെ പതിയെ പുറകിലേക്ക് നടന്നു. പെട്ടെന്ന് നാൻസി ബെഡിൽ നിന്നും വെട്ടിവിറച്ച് മുകളിലേക്ക് ഉയർന്നു. ശേഷം പിടിവെട്ട പോലെ നിലത്തു വീണ് പിടഞ്ഞു. അവളുടെ വായിൽ നിന്നും നുരയും പതിയും രക്തവും പുറത്തേക്കൊഴുകി. ആ കാഴ്ച കണ്ടു ഭയന്ന് സഹിക്കാനാകാതെ മീനു കണ്ണുകൾ പൊത്തി നിലവിളിച്ചു കരഞ്ഞു. മീനു, പോ, അത് കൊല്ലും. മീനു, അത്. നാൻസിയുടെ വാക്കുകൾ മുറിഞ്ഞു. ശബ്ദമിടറി. അവളുടെ പിടച്ചിലില്ലാതായി. വില്ലുപോലെ വളഞ്ഞുകുത്തി നാൻസിയുടെ ശരീരം നിലത്ത് കിടന്നു. ആ കണ്ണുകൾ അപ്പോഴും മീനുവിനെ തന്നെ തുറിച്ചു നോക്കി കിടന്നു. ആ കാഴ്ച കണ്ട് നിലവിളിച്ചുകൊണ്ട് മീനു വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. പക്ഷെ പുറത്തിറങ്ങി അവൾ കോറിഡോറിലെ മഴവെള്ളത്തിൽ ചവിട്ടി അടിതെറ്റി കമഴ്ന്നടിച്ച് നിലത്തു വീണു. ആ കിടപ്പിൽ അരണ്ട വെളിച്ചത്തിൽ അവൾ കണ്ടു കോറിഡോറിന്റെ അങ്ങേയറ്റം തലയിൽ കൊമ്പുള്ള ഭീകരരൂപം പതിയെ അവൾക്കരികിലേക്ക് നടന്നെടുക്കുന്നത്. ഭയന്ന് ഇപ്പുറത്തേക്ക് ഓടാൻ ഭാവിച്ചപ്പോൾ ഇങ്ങേയറ്റത്ത് മറ്റൊരു ഭീകരസ്വത്വം അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. പുറകിൽ ഇളകിയാടുന്ന വാലുള്ള മൃഗത്തിന്റെ കാലുകളുള്ള, കണ്ടാൽ മനുഷ്യൻ്റേത് പോലെന്ന് തോന്നിക്കുന്ന ഒരു രൂപം. 2 ഭീകരരൂപികളും അവൾക്കരികിലേക്ക് വിളറിയ ചിരിയോടെ നടന്നെടുത്തു. ബോധം പോകുന്നത് പോലെ തോന്നി മീനുവിന്. നാൻസിയുടെ അവസ്ഥ തനിക്കും വരുമെന്ന് അവൾക്ക് മനസ്സിലായി. തൻ്റെ മറ്റു കൂട്ടുകാരികളും ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. താൻ മരിക്കുമെന്ന് മീനുവിന് ഉറപ്പായി. സഹായത്തിനായി അവൾ സകല ദൈവങ്ങളെയും വിളിച്ചു കരഞ്ഞു, ഉറക്കെ നിലവിളിച്ചു. പക്ഷേ ആ കോരിച്ചൊരിയുന്ന മഴയിലും ഇടിമിന്നലിലും അവളുടെ നിലവിളി കേൾക്കാനോ സഹായിക്കാനോ ആരുമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഭീകരരൂപികൾ അവൾക്കരികിലെത്തിയിരുന്നു. മീനു മറ്റൊന്നും ആലോചിച്ചില്ല. അച്ഛനെയും അമ്മയെയും അവൾ മനസ്സിലോർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മറ്റൊന്നും ആലോചിക്കാതെ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് കോറിഡോറിൽ നിന്നും അവൾ താഴേക്കെടുത്തു ചാടി.
നിലത്ത് പാകിയ കോൺക്രീറ്റ് ടൈലുകളിൽ വീണ് അവൾ പിടഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പിടച്ചിൽ ഇല്ലാതായി. മഴവെള്ളം രക്തം കൊണ്ട് ചുവന്നു. ഇരകളിൽ അവസാനത്തെ ആളും കൊല്ലപ്പെട്ടപ്പോൾ പൈശാചിക ശക്തികൾ മറഞ്ഞു. മറ്റെവിടെയോ പുതിയൊരു ഇരയ്ക്കു വേണ്ടി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റു കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.